ആദം ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളെ പീജൻ ലോഫ്റ്റിന്റെ ഉള്ളിലാണ്. പീജൻ ലോഫ്റ്റിലെ കുറെ വിശേഷങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ പീജൻ ലോഫ്റ്റ് ഉണ്ടാക്കി ഇതിൽ ബേഡുകളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള പ്രധാന ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ആണെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം, ഇതിൽ ബേഡുകൾ ഇട്ടതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടാവും നമ്മളെ എലിയുടെ പ്രശ്നമാണ്. ഓൾറെഡി ഇതിൽ എലിനെ പിടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എലിയുടെ നല്ല ശല്യം ഉണ്ടായിരുന്നു, കുറേ എലിനെ പിടിച്ചിട്ടുണ്ട്. എലി വരും, ഈ വയറ് കരണ്ട് തിന്നണ പ്രശ്നം കുറേ കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ല, വയറ് വെച്ച് രണ്ടാമത് പണിയെടുക്കൽ എളുപ്പമല്ല. ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ടേ വയറ് ചുരണ്ടാണ്ട് തിന്നെ കട്ട് ചെയ്യുക. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ എലിയുടെ ആ ഒരു പ്രശ്നം. പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ കണ്ടില്ലേ ഈ വലിയ നെറ്റുകൾ. അപ്പം ഇതുവഴി ആ ടൈപ്പ് എലികളാണ് കയറുക, മറ്റേ ഓവർ വലുപ്പമുള്ളതല്ല കയറുക. അപ്പം നമ്മൾ എന്തെങ്കിലും ഡിലേ വന്നാൽ, ഇപ്പോൾ ഒരാഴ്ച നോക്കാണ്ടിരുന്നാൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്രസവിച്ചെടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അവരങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മളെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വയറും കടിച്ചു. ഇപ്പം നമ്മളെ വാക്വം പമ്പ് ആദ്യം ഇതിൻ്റെ ഉള്ളിലിരുന്നിരുന്നു, അതൊക്കെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് ഇതൊക്കെ കാണാം. എലി കരണ്ടത്, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എലിയായിരുന്നു മെയിൻ ബുദ്ധിമുട്ട്. കുറെ പിടിച്ചിട്ടുണ്ട്, കുറെ എലിനെ പിടിച്ചിട്ടുണ്ട്, എന്നാലും എലികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എലിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓള്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെടി ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടിയില്ല. കാരണം അതൊരു ഭംഗിയും കൂടിയാണല്ലോ ആ ഒരു പച്ചപ്പാണ്ട് വരുമ്പോൾ. അപ്പൊ ഇത് ഒരേ പ്രാവശ്യം നമ്മൾ പിടിപ്പിച്ചു നോക്കി, ആ ഒരു ബേബി കോയിൽ ഷീറ്റുമ്പോൾ വൃത്തിയിലാണ്ട് പിടിക്കണില്ല. ഏകദേശം ഇതുവരെയൊക്കെ എത്തിയതാണ്, അവിടെയും അതുവരെ എത്തിയതാണ്. അപ്പോൾ ആണ്ട് നടക്കണില്ല. അപ്പൊ ഇനി എന്തായാലും നമുക്ക് മുകളിലൂടെ ഒരു നെറ്റ് കൊടുക്കാനുള്ള പരിപാടി. ആ നെറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയിമക്കൂടാണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വൃത്തിയിൽ അറ്റം വരെ കിട്ടിയാൽ സൂപ്പറാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ ഈ ബേബി കോയിൽ ഷീറ്റുമ്മ, അതായത് പുറം സൈഡാണ്, ഇതുമ്പോൾ ഇങ്ങനത്തെ കളർ വരുന്നതാണ്. അത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല, അതൊരു ഇഷ്യൂ എന്നല്ല. അതിപ്പോൾ നോർമൽ നമുക്ക് മെയിൻ്റനൻസ് വരണം, ഒരൊറ്റ കോട്ട് പെയിൻ്റാണ് നമ്മൾ അടിച്ചിട്ടുള്ളൂ. അതാണ് ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടില്ല പൊടി വരും നല്ല രീതിയിൽ. അപ്പോൾ അതിന് നമ്മൾ വാക്വം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പകരം എക്സോസ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. എക്സോസ്റ്റിന് നമ്മൾ സൈഡിൽ വെക്കാനുള്ള എക്സോസ്റ്റിനുള്ള നമ്മൾ പോയിന്റൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ മറ്റേ കറങ്ങണ എക്സോസ്റ്റ് ഉണ്ടല്ലോ, എയറിൽ കറങ്ങണ എക്സോസ്റ്റ്, അത് വെക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ചൂടും കുറഞ്ഞു കിട്ടും. ഈ പറഞ്ഞ പോലെ അടിയിൽ നിന്നുള്ള പൊടികൾ വലിച്ചു പോവുകയും ചെയ്യും. പിന്നെ കണ്ടില്ലേ, ഇത് പിന്നെ നോർമൽ കേജിന്റെ മെയിൻ്റനൻസുകളാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. ഇങ്ങനെ ഇതിനൊക്കെ കുറച്ച് ക്ലീനിങ്ങുകൾ ഉണ്ട്. കാരണം ഇത് ഇപ്പോൾ ചിലപ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡുകൾക്ക് ലൂസ് മോശം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഇളക്കി കഴിഞ്ഞാൽ അവിടെ ലൂസ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ മാൻമെയ്ഡ് കേജുകളാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അളവ് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ കുറച്ച് വൃത്തികേടുകളുണ്ട്. പക്ഷെ ഇതൊക്കെ തുണി വെച്ചിട്ട് തുടച്ചാൽ പോകണുള്ളൂ കേട്ടോ, അത്ര വലിയ പ്രശ്നങ്ങളൊന്നല്ല. പിന്നെ ഇങ്ങനത്തെ കണ്ടില്ലേ, ഇപ്പൊ കേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കേജുകൾ മറ്റേ കറക്റ്റായിട്ട് ലോക്കായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ ലോക്ക് ചെയ്തിടണം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഓവറോൾ നമുക്ക് ഓക്കെയാണ്. പിന്നെ നമ്മളെ വീല് നമ്മൾ ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നത് വീലിന് ഇച്ചിരി കപ്പാസിറ്റി കുറഞ്ഞു പോയി. കുറച്ച് വീലുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നീക്കണോണ്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ആദ്യത്തെ വീഡിയോസിൽ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും, കേജുകളെല്ലാം സ്ട്രെയിറ്റ് ആയി വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലീനിങ് സുഖമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇച്ചിരി സ്പേസ് ഇടിപ്പിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് വേണം, പ്രോപ്പർ ക്ലീനിങ് വേണം, മന്ത്ലി ക്ലീനിങ് പ്രോപ്പറായിട്ട് വേണം, ഡെയിലി ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ പ്രോപ്പറായിട്ട് വേണം. അപ്പം അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളങ്ങനെ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യിക്കുകയൊന്നും ചെയ്യൂല. കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ നിന്ന് എഗ് എടുത്തിട്ട് നമ്മളെ ഫോസ്റ്റർ ലോഫ്റ്റ് ഉണ്ടല്ലോ വീടിൻ്റെ മുകളിൽ, പണ്ടത്തെ മെയിൻ ലോഫ്റ്റ്, അതിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിലും ക്ലീനിങ്, ഇപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോളനി കേജുകളായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്ലി ക്ലീനിങ് തന്നെ നമ്മൾ ചെയ്യണുള്ളൂ. പിന്നെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ബേബി കോയിൽ ഷീറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി നല്ല വൃത്തിയാവും. അപ്പം അത് നമുക്ക് പോസിബിലിറ്റാണ്. എല്ലാ മാസം കഴുകുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴോ ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴോ നമുക്ക് കഴുകാറുണ്ട്. പക്ഷെ മന്ത്ലി സ്ക്രാപ്പിംഗ് പരിപാടികൾ നടക്കും. മന്ത്ലി ഇതിൻ്റെ ക്ലീനിങ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പിന്നെ ഈ വെള്ളം ഓട്ടോമാറ്റിക് വെള്ളം വരുന്നത് വീക്കിലി ക്ലീൻ ചെയ്യും, ഗ്രിറ്റ് വീക്കിലി ചെക്ക് ചെയ്യും, ഫുഡ് ഡെയിലി ചെക്കിങ്, അങ്ങനത്തെ പരിപാടികളുണ്ട്. മെയിൻ്റനൻസ് പരിപാടി ഉണ്ട്. അത് കൂടുതലും
അതായത് സ്റ്റാഫൊന്നുമില്ല ഹജ്ജ് സമയത്ത്. മന്ത്ലി ക്ലീനിങ്ങിന് നമുക്കൊരു സ്റ്റാഫുണ്ട്, നമ്മളൊരു അണ്ണുണ്ട്. അപ്പോൾ ആ മൂപ്പര് വന്നിട്ട് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയിൽ ക്ലീനാക്കി സെറ്റാക്കിയിട്ട് പോവുക ചെയ്യേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ വീട്ടുകാരും നമ്മളെ അനിയനും കൂടിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ വൃത്തിയിൽ മാനേജ് ആവണത്. പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. വേറെ പിന്നെ ഇപ്പം ഇതിൽ പ്രശ്നങ്ങൾ വേറെ ജന്തുക്കളായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടാ. ജന്തുക്കൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്ന് പറയാനുള്ളത് തവളകളൊക്കെ മുൻപ് മറ്റേ പറ്റി തവളകളൊക്കെ, അത് പിന്നെ ഒന്നും വലിയ പ്രശ്നമല്ല. വേറെ അങ്ങനെ ഒരു എലിയാണ് ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ പിന്നെ മെരു അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നില്ല. കാരണം നമ്മൾ മാക്സിമം സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, ആ നെറ്റിന് കണ്ണി ഇച്ചിരി വലുതായത് കൊണ്ടാണ് എലി ഇങ്ങനെ കയറുന്നത്. അത് GP പറഞ്ഞ പോലെ ചെറിയ നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വലിയ നെറ്റായിട്ട് തന്നെ മാറാലോ ഓവറായിട്ട് വരാം. അപ്പൊ ഈ ചെറിയ നെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറാവുന്നുള്ളത് കൊണ്ടാണ് ഇത് കൊടുത്തത്, ഒരു പാസേജ് കടന്നോട്ടെ എന്നുള്ളത്. വേറെ ബേഡുകൾക്കൊന്നും ഇതുവരെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഒരു ഇപ്പൊ 21 മുതൽ നമ്മൾ 24 വരെയുള്ള നമ്മളെ ഈ ഒരു സമയത്ത് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. മെയിൻ്റനൻസ് നല്ല രീതിയിൽ വേണം, അതിൻ്റെതായിട്ടുള്ള, എന്നാലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു വൃത്തിയിലും മെനയിലൊക്കെ കാര്യങ്ങൾ നിൽക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്, ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഓക്കെയാണ്. രാത്രി ഇട്ട് കഴിഞ്ഞാൽ രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻറ്റൻസിറ്റി പണ്ടത്തെ അടികളൊന്നും കുറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ നമ്മളൊരു 3 വർഷത്തോളം ആയില്ല. അപ്പോൾ അതൊരു നിശ്ചിത സമയം കൂടുമ്പോൾ നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ അഡാപ്റ്ററിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നമ്മളെ ട്രോഫീസ് ഒക്കെ ഇതിന് മുകളിലിരുന്ന് അത് നല്ലപോലെ കാണാനും പറ്റില്ല. ആദ്യം പൊടി പിടിച്ച് വൃത്തിയേടാവണോണ്ട് ഈ ഒരു സ്പേസ് മൊത്തം നമ്മൾ ആ ഒരു ഏരിയക്ക് കൊടുത്തു. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കഴിഞ്ഞു. അപ്പം ഇതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വന്ന പ്രശ്നങ്ങൾ. പിന്നെ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രാവുമായി ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസിലും ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ പ്രാവിന് മാർക്കറ്റില്ല, വിറ്റ് പോണില്ല എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഏത് പെറ്റായാലും നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ അത് നിലനിന്ന് പോകും, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പം ഞാൻ 2021 ഇതിൽ വീഡിയോ എടുത്തിട്ട് റീസെൻ്റ്ലിയാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്ന സമയത്തോട് ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് ഞാനിതിൽ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഇതിൽ ചിലവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവുണ്ട്. വരുമാനം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവലുണ്ട്. എന്നുവെച്ചാൽ ഒരു ഫുൾ ടൈം വരുമാനം ഉണ്ടെന്ന് ഞാൻ പറയണമൊന്നുമില്ല. പക്ഷെ എനിക്ക് വരുമാനം ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് റിസ്കുകൾ ഇതിലെടുക്കുന്നുണ്ട്. ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, അതായത് ബ്രീഡുകളിൽ ചെയ്യുന്ന ഒരു വാല്യൂ, ആ വാല്യൂവിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഇതിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളിത് പ്രാവുകൾ നമുക്ക് ഒരു മാസം ഇത്ര വെച്ചിട്ട് തരുമൊന്നുമില്ലല്ലോ. ഇതിൽ നമ്മളെത്രത്തോളം ഇതിലെ പ്ലാനിങ്ങിലൂടെ വർക്കൗട്ട് ചെയ്യുന്നോ അത്രേ കാര്യമുള്ളൂ. ഇപ്പോൾ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നോ ഇഷ്യൂസ്, നമ്മളിത് റൺ ചെയ്ത് വൃത്തിയിൽ റണ്ണാക്കി കൊണ്ടുപോകും. അപ്പോൾ പെറ്റ്സിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഹാപ്പിനെസ്സും ഇതൊരു പാഷനും ആണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ മുന്നോട്ട് വരണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് ബേഡുകൾ ചെയ്യുക. അപ്പോൾ അത് നല്ല വൃത്തിക്കും മെനയിലൊക്കെ ബേഡുകൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും നമ്മളൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു മൂല്യം ഈ ബേഡുകളിൽ നമ്മൾ കാണുകയും ചെയ്യും. അത് മാർക്കറ്റ് അതിലപ്പുറത്തേക്കാണ്. ഇനി മാർക്കറ്റിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഉള്ളൊരു കോൺസെപ്റ്റ് നമുക്കില്ല. നമ്മളെ ബേഡുകളെ ഒരു മൂല്യം നമുക്കറിയാം, ആ ബേഡ് ഒരു ക്വാളിറ്റി നമുക്കറിയാം. അതിനനുസരിച്ചിട്ടാണ് നമ്മളെ പരിപാടികൾ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവ വികാസങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രാങ്കൂട്ടിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതുവരെയുള്ള. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം കേട്ടോ.